നിങ്ങളുമായി അകന്നു നിൽക്കുന്ന ആ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, കോൺവെർസേഷനാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്, കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ആൻഡ് ഫൈനലി റെസിപ്രോസിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവർ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും അവരുടെ ഫ്യൂച്ചറിലും നിങ്ങൾ അവരുടെ ഒപ്പം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് ഫൈനലി ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവാനായിട്ട് ഈ പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫ്യൂച്ചറിൽ അവരോടൊപ്പം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു വാല്യൂ അവർ മനസ്സിലാക്കുന്നത് ഈ അകന്ന് നിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക.